ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് സെക്കൻഡിലെ റിംജിം പാഠ്യപുസ്തകത്തിലെ മ്യാവ് മ്യാവ് എന്ന പദ്യമാണ് വായിക്കാൻ പോകുന്നത്. നിങ്ങളും കൂടെ വായിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. മ്യാവ് മ്യാവ് सोई सोई एक रात में सोई सोई रोई एकाएक बिलख कर रोई. ഒരു പെൺകുട്ടിയെ പറ്റിയാണ്. ആ പെൺകുട്ടി പറയുകയാണ്, ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത്, അതായത് സോയി സോയി ഏക് രാത് മേ, ഒരു രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? റോയി ഏകാഏക് ബിലഖ് ഖർ. ഏകാഏക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ബിലഖ് ഖർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുക, ഫൂട്ട് കർ റോണ. അപ്പോൾ പെട്ടെന്ന് ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി എന്നാണ് ആ കുട്ടി പറയുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സോയി സോയി ആദ്യത്തെ ലൈനിൽ ആദ്യമാണ് വരുന്നത്, പിന്നെ വരുന്നത് രണ്ടാമത്തെ ലൈനിൽ എൻഡിൽ അല്ല, സോയി സോയി. പിന്നെ അതുപോലെ റോയി എന്നത് വരുന്നത് ആദ്യം, പിന്നെ രണ്ടാമത്തെ ലൈനിൽ റോയി അവസാനമായിട്ടാണ് വരുന്നത്. അത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ആ ലൈൻ തന്നെ റിപ്പീറ്റ് ആവുകയാണ് ഇവിടെ. रोती क्यों ना मुझे नाक की एक नोक पर काट गई थी ചുഹിയ കാട്ട് ഗയി ചൂണ്ടി ഭർ. റോത്തി ക്യൂ നാ, എങ്ങനെ കരയാതിരിക്കും? മുझे നാക്ക് പർ, എൻ്റെ മൂക്കിൽ, നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക്, മൂക്കിൻ്റെ അറ്റത്ത് എന്താ ചെയ്തത്? മുझे നാക്ക് കി ഏക് നോക്ക് പർ. നോക്ക് എന്ന് പറഞ്ഞാൽ അറ്റം, മൂക്കിൻ്റെ ആ അറ്റത്ത് എന്താ ചെയ്തത്? കാട്ട് ഗയി ഥി ചുഹിയ ചൂണ്ടി. കാട്ടണ എന്ന് പറഞ്ഞാൽ കടിക്കുകയാണ്, പക്ഷെ ഇവിടെ എന്താ ചുഹിയ ചെയ്തത്? ചൂണ്ടി, പിച്ചുകയാണ് ചെയ്തത്, പിച്ചിപ്പോയി. മൂക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചുഹിയ എന്താ ചെയ്തത്? പിച്ചിട്ട് പോയി. ചുഹിയ കാട്ട് ഗയി ചൂണ്ടി ഭർ. മൂക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചുഹിയ എന്താ ചെയ്തത്? പിച്ചിട്ട് പോയി. പിന്നെ എങ്ങനെ ഞാൻ ഒച്ചത്തിൽ അത് കരയാതിരിക്കും? ബിലക്ക് റോയി എന്നല്ലേ പറഞ്ഞത്, എങ്ങനെ പെട്ടെന്ന് കരയാതിരിക്കും എന്നാണ് കുട്ടി പറയുന്നത്. सचमुच बहुत डरी चूहिया से सच बहुत डरी मैं. खड़ी देख कर चूहिया को मैं लगी कांपने घड़ी घड़ी में. ശരിക്കും, സച്ച്മുച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ചൂഹിയെ കണ്ട്, എലിയെ കണ്ട് ശരിക്കും പേടിച്ചു. ഡരി മേ, ചൂഹിയ സേ സച്ച് ബഹോത് ഡരി മേ. ഖടി ദേഖ് കർ ചൂഹിയ കോ മേ ലഗി കാംപനെ ഘടി ഘടി മേ. അവിടെ തന്നെ നിന്നിട്ട്, ചുഹിയെ കണ്ടപ്പാട് അവിടെ തന്നെ നിന്നുപോയി അല്ലേ. എന്നിട്ട് അരഹരേക്കർ, അതായത് ഘടി ഘടി കാപ്നെ ലഗി. കാപ്ന എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. അവിടെ നിന്നിടത്തുനിന്ന് തന്നെ ചുഹിയെ കണ്ടപ്പാട് ഞാൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. सूझा तभी बहाना मुझको सूझा एक बहाना. जरा डराना चूहिया को भी जरा डराना. സൂझാ തബി ബഹാന മുജ്കോ. എനിക്കൊരു ഐഡിയ തോന്നി. ആ സമയത്ത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അല്ലേ, ആ ചുഹിയയിൽ നിന്നും. അതിനു വേണ്ടിയിട്ട് എന്താ ഐഡിയ തോന്നിയത്? ജറാ ഡറാന ചുഹിയ കോബി ജറാ ഡറാന. ചുഹിയ എന്നെ പേടിപ്പിച്ചതല്ലേ, അപ്പോൾ എനിക്കും ചുഹിയെ ഒന്ന് പേടിപ്പിക്കണം. ജറാ ഡറാന, ഒന്ന് പേടിപ്പിക്കണം. ആരെ? ചുഹിയെ. कैसे भला उसको भला डराऊं. धीरे से मैं बोली म्याऊं 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 म्याऊं. कैसे भला डराऊं उसको. എങ്ങനെ പേടിപ്പിക്കും? പക്ഷേ അല്ലേ, എങ്ങനെ പേടിപ്പിക്കും? ധീരെ സേ മേ ബോലി മ്യാവും. എങ്ങനെ പേടിപ്പിച്ചു? പൂച്ചയെ പോലെ അല്ലേ. പൂച്ച എങ്ങനെയാ? മ്യാവും എന്ന് സൗണ്ട് ആക്കും. പൂച്ചയാണെന്ന് വിചാരിച്ച് ചുഹിയ അവിടെ നിന്ന് ഓടും. അതുകൊണ്ട് എന്താ ചെയ്ത ആ കുട്ടി? ധീരെ സേ മേ ബോലി മ്യാവ് 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 മ്യാവ്. कविता में लड़की ने म्याऊ की आवाज़ निकाली थी. म्याऊ की आवाज़ सुनकर चूहिया पर क्या असर हुआ होगा. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആ കവിതയിൽ ആ പെൺകുട്ടി മ്യാവ് എന്ന ശബ്ദമാണ് ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ ആ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ, അത് കേട്ടപ്പോൾ ചൂഹിയ, അതായത് എലിയുടെ എന്തായിരുന്നു എഫക്റ്റ്, എലിക്ക് എന്തായിരുന്നു എഫക്റ്റ്, അതായത് എലി പേടിച്ചോ, എന്തായിരുന്നു അതിൻ്റെ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, തുമേ സബ്സെ ജ്യാദാ ഡർ കിസ്സെ ലഗ്താ ഹൈ. ഏറ്റവും കൂടുതൽ പേടി എന്തിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്? തബ് തും ക്യാ കർത്തെ ഹോ. ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാറ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. अब बताओ तुम्हें अगर उसे डराना हो तो कैसे डराओगे.
ക്യാ കരോഗെ? ഇനി പറയാൻ നിങ്ങൾക്കിപ്പോൾ എലിയെ പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പേടിപ്പിക്കും, എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചൂഹിയ എന്ത് ചെയ്ത് കാണും? ആ സൗണ്ട് കേട്ടപ്പോൾ ചൂഹയുടെ എന്തായിരുന്നു റിയാക്ഷൻ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? മ്യാവ് കി ആവാസ് സുൻകർ ചൂഹിയ ഡർ ഗയി ഹോഗി. ആ മ്യാവ് എന്ന ശബ്ദം, അതായത് പൂച്ചയുടെ ശബ്ദം അല്ലേ, പൂച്ചയുടെ ശബ്ദം കേട്ടപ്പോൾ ചൂഹിയ പേടിച്ച് വിറച്ച് കാണും. വ ഡർ കെ മാരെ കാംപ്നെ ലഗി ഹോഗി, വിറയ്ക്കാൻ തുടങ്ങി കാണും പേടിച്ചിട്ട്. ഇസ്കാ അസർ യേ ഹുവാ ഹോഗാ कि वह दोबारा लड़की को तंग करने नहीं आई होगी. അപ്പം അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ആ പേടി കാരണം എലി വീണ്ടും ആ കുട്ടിയെ ശല്യപ്പെടുത്താൻ വന്നു കാണില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിങ്ങൾക്ക് പേടി തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നല്ലേ. എന്തിനോടാണ് കൂടുതൽ പേടി തോന്നുന്നത്, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുझे सबसे ज़्यादा डर छिपकली से लगता है. छिपकली പല്ലി അല്ലേ. जब छिपकली दिखती है तो मैं डर के मारे सन रह जाती हूँ. सन എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിന്നു പോവുക പേടിച്ചിട്ട്. जब तक कोई उसे भगा नहीं देता कमरे में नहीं जाती हूँ. ആരെങ്കിലും അതിനെ ഓടിക്കുന്നത് വരെ ഞാൻ മുറിയിൽ പോകാറേ ഇല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അതിനെ പേടിപ്പിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും നിങ്ങൾ चूहिए പേടിപ്പിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. अगर मुझे उसे डराना होगा तो झाड़ू लेकर उसके आसपास हिलाऊंगी या ताली बजाऊंगी जिससे वह कमरे से बाहर चली जाए. എന്ത് ചെയ്യും? ഞങ്ങൾ ചൂലെടുത്തിട്ട് ഇങ്ങനെ പേടിപ്പിക്കുക, അനക്കിയിട്ടല്ലേ, അല്ലെങ്കിൽ താലി ബജാവുങ്കി, ക്ലാപ്പ് ചെയ്ത് ഇങ്ങനെ കൈ ഇങ്ങനെ സൗണ്ട് ആക്കുമ്പോഴേക്കും അത് ഓടും. അപ്പോൾ ജിസ്സേ വ കമരെ സെ ബാഹർ ചലി ജായേഗി, അങ്ങനെ മുറിയുന്നത് ഓടും. ബൻ ഗയാ വാക്യം. नीचे लिखे शब्दों का वाक्यों में इस्तेमाल करो. താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദം ഉപയോഗിച്ചിട്ട് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂജ, ധീരെ സെ, സച്ച്മുച്ച്, ബഹാന. സൂജ, തുമേ ഇസ് പ്രശ്ന കാ ഉത്തർ സൂജ. സൂജ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്ന ആ രീതിയിലാണ് ഇതിൽ വരുന്നത്. തുമേ ഇസ് പ്രശ്ന കാ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായോ? ധീരെ സെ, രമേശിനെ മേരെ കാൻ മേ ധീരെ സെ കഹ, പതുക്കെ പറഞ്ഞു എന്ന് ചെവിയിൽ. രമേശ് എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. സച്ച്മുച്ച്, തും സച്ച്മുച്ച് ഗാന ജാൻതേ ഹോ, ശരിക്കും എന്ന രീതിയിലാണ്, ശരിക്കും അറിയാമോ, പാട്ടറിയാമോ എന്നാണ് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബഹാന, ഹമാര ബഹാന കാം കർ ഗയാ, എക്സ്ക്യൂസ് അല്ലേ. അപ്പോൾ ഹമാര ബഹാന കാം കർ ഗയാ. ചൂഹിയ ने नाक की नोक पर चूंटी भरी. അതായത് മൂക്കിൻ്റെ അറ്റത്തല്ലേ, മൂക്കിൻ്റെ അറ്റത്താണ് കടിച്ചത്. അപ്പോൾ കിൻ കിൻ ചീസോं की നോക്ക് होती है लिखो और उसका चित्र बनाओ. ഇങ്ങനെ അതിൻ്റെ അറ്റം അല്ലേ, മൊന, അതിനാണ് നോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ചാക്കു, കീൽ, സൂയി, പിന്നെ പേഞ്ച്. ചാക്കു എന്ന് പറഞ്ഞാൽ കത്തി, കീൽ എന്ന് പറഞ്ഞാൽ ആണി, സൂയി എന്ന് പറഞ്ഞാൽ നീഡിൽ, പിന്നെ പേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ക്രൂ. ചൂണ്ടി അങ്കൂഠെ ഓർ ഉംഗലിയും സേ ഭരി ജാത്തി ഹൈ. എങ്ങനെയാണ് പിച്ചുന്നത്? ഇങ്ങനെ കൈ തമ്പും പിന്നെ ഈ ഫിംഗറും ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പിച്ചുന്നത് അല്ലേ. അപ്പോൾ ചൂഹ, അത് എലിയുടെ മൂക്കിൻ്റെ അറ്റത്തല്ല ഇങ്ങനെ കടിച്ചത് അല്ലേ, ഇങ്ങനെ അറ്റത്ത്. അപ്പോൾ അങ്കൂഠെ ഓർ ഉംഗലിയും സേ ഓർ കോൺ കോൺ സേ കാം കിയാ ജാ സക്താ ഹൈ. അതായത് ഈ തമ്പും ഈ വിരലും ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ചുട്കി ബജാന, നമക് ഡാൽന, പിന്നെ സൂയി കെ മാധ്യം സെ കപ്പടേ സിൽന, കർച്ചി ചലാന. അതായത് ചുട്കി ഇങ്ങനെ കൈ ഇങ്ങനെ വിരൽ രണ്ടും ഉപയോഗിച്ചിട്ടല്ലേ, പിന്നെ ഉപ്പിടുന്നതും പിന്നെ മറ്റേ നീഡിലിൽ ഇങ്ങനെ നൂലിടുന്നതും പിന്നെ കിച്ചണിലൊക്കെ ഞങ്ങളിങ്ങനെ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്ന ജോലികൾ, അതൊക്കെയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. सूझा मुझको एक बहाना, मुझको सूझा एक बहाना. कविता में कही गई इस बात को बातचीत में इस तरह कहेंगे. जैसे मुझको एक बहाना सूझा. नीचे लिखे बातों को दो तरीकों से लिखो. जैसे खड़ी गाय थी चौराहे पर, घुस गया शेर जंगल में. खड़ी गाय थी चौराहे पर, फिर घुस गया शेर जंगल में. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ പദ്യത്തിൽ എങ്ങനെയായിരുന്നു? സൂജ മുജ്കോ ഏക് ബഹാന, പിന്നെ അത് തിരിച്ച് പറയുകയാണ് അല്ലേ രണ്ടാമത്, മുജ്കോ സൂജ ഏക് ബഹാന. അപ്പോൾ അതുപോലെ ഈ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ, അതായത് ഖടി ഗായ് തി ചോരാഹെ പർ എന്നത്, പിന്നെ ഘുസ് ഗയാ ഷേർ ജംഗൽ മേ, അത് തിരിച്ചിങ്ങനെ എഴുതാനാണ് പറഞ്ഞത്. ദോ തരിക്കോസ്, രണ്ട് രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ആദ്യത്തെ സെൻറ്റൻസ് ഗായ് थी खड़ी चौराहे पर, രണ്ടാമത്തേത് ഗായ് चौराहे पर खड़ी थी. जंगल में शेर घुस गया, शेर जंगल में घुस गया. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.